ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവരും വെക്കേഷനൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഔട്ടിങ്ങിന് പോകാൻ സാധിക്കാത്ത ചെറിയ പ്രയാസമൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? പക്ഷേ ധാരാളം ഇൻഡോർ ഗെയിംസൊക്കെ നമുക്കില്ലേ? അതിലെല്ലാം എൻജോയ് ചെയ്യുക. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ കോമ്പറ്റീഷനൊക്കെ വെച്ചിട്ടില്ലേ? അതിലൊക്കെ പങ്കെടുക്കാൻ ശ്രമിക്കുക. പിന്നെ സമയക്കുറവ് മൂലം ചെയ്യാൻ സാധിക്കാതെ പോയ കുറേ കാര്യങ്ങളുണ്ടാവും. അതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ കുറച്ച് ഗ്രാമറും പഠിക്കുക. പിന്നെ പാരൻസും ഗ്രാമറൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ടച്ച് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്കും ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സെൻറ്റൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ സെൻറ്റൻസ് ആദ്യം തന്നെ ഇപ്പോൾ നമുക്ക് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് പഠിക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സെൻറ്റൻസ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എങ്കിലും ഞാൻ ജസ്റ്റ് ഓർമ്മപ്പെടുത്താം. അപ്പോൾ എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് കംപ്ലീറ്റ് സെൻസ്. എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് കംപ്ലീറ്റ് സെൻസ്. ഇനി സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് എന്താണെന്ന് നോക്കാം നമുക്ക്. എ സെൻറ്റൻസ് ഹാസ് ടു മെയിൻ പാർട്സ്, ദ സബ്ജക്റ്റ് ആൻഡ് ദ പ്രെഡിക്കേറ്റ്. സെൻറ്റൻസ് ഹാസ് ടു മെയിൻ പാർട്സ്, ദ സബ്ജക്റ്റ് ആൻഡ് ദ പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റ് മസ്റ്റ് കണ്ടെയ്ൻ എ noun or a pronoun and the predicate must contain a verb. Subject must contain a noun or a pronoun. Predicate must contain a verb. അപ്പോൾ നമുക്കിനി നൗൺ പ്രോനൗൺ എന്താണെന്ന് നോക്കാം, വെർബ് എന്താണെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോൾ നൗൺ ആൻഡ് പ്രോനൗൺ എന്താണെന്ന് നോക്കാം. എ നൗൺ മേ ബി ഡിഫൈൻഡ് ആസ് നെയിം ഓഫ് എ പേഴ്സൺ, place or a thing. A noun may be defined as the name of a person, place or a thing. ഇനി നമുക്ക് നോക്കാം എക്സാമ്പിൾസ്. ഇപ്പോൾ എൻ്റെ പേരായിരിക്കാം, നിങ്ങളുടെ പേരായിരിക്കാം, ആരുടെ പേരായാലും. പിന്നെ പ്ലേസ് ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പേരായിരിക്കും, സാധനങ്ങളുടെ പേരായിരിക്കും. ടേബിൾ, ചെയർ, ബുക്ക്, ഇതെല്ലാം തിങ്സിൻ്റെ പേര്. അപ്പോൾ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ് ഈസ് കോൾഡ് എ നൗൺ. പ്രോനൗൺ നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് ഇവിടെ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ രാമു നൗണാണ്. രാമു ഈസ് ഡൂയിങ് ഹിസ് ഹോംവർക്ക്. അതിന് പകരം നമ്മൾ ഹീ ഈസ് ഡൂയിങ് ഹിസ് മാത്സ് ഹോംവർക്ക്. അപ്പോൾ രാമുവിന് പകരം നമ്മൾ പ്രോനൗൺ ഉപയോഗിച്ചു, ഹീ. രമ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ ടു ഹെർ മദർ. അപ്പോൾ രാമുവിന് പകരം പ്രോനൗൺ ഉപയോഗിച്ചത് ഹീ, രമയ്ക്ക് പകരം നമ്മൾ പ്രോനൗൺ ഉപയോഗിച്ചത് ഷീ. അപ്പോൾ നൗൺ പ്രോനൗൺ നമുക്ക് എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് വെർബ് എന്താണെന്ന് നോക്കാം. വെർബ്, വാട്ട് ദ സബ്ജക്റ്റ് ഡസ് ഈസ് കോൾഡ് എ വെർബ്. ജസ്റ്റ് ലൈക്ക് ജമ്പ്, റൈറ്റ്, ഐ റൈറ്റ്, ഹീ റൈറ്റ്സ്, ഇതെല്ലാം വെർബാണ്. പിന്നെ വർക്ക്, ഈറ്റ്, ഡ്രിങ്ക്, ഇതെല്ലാം വെർബാണ്. ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നൗൺ പഠിച്ചു, പ്രോനൗൺ പഠിച്ചു, പിന്നെ വെർബ് പഠിച്ചു. അപ്പോൾ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെൻറ്റൻസ് ഹാസ് ടു മെയിൻ പാർട്സ്, സബ്ജക്റ്റ് ആൻഡ് ദ പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റ് മസ്റ്റ് കണ്ടെയ്ൻ എ നൗൺ ഓർ എ പ്രോനൗൺ, പ്രെഡിക്കേറ്റ് മസ്റ്റ് കണ്ടെയ്ൻ എ വെർബ്. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. Here are some examples. First one is sun sets in the west. The sun sets in the west. Here the sun is the subject. The sun is the subject. Sun names the thing. Sun names the thing. Sun is the noun. സണ്ണിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സൺ എന്താണ് ചെയ്യുന്നത്? സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. അതാണ് പ്രെഡിക്കേറ്റ്. എന്തിനെ കുറിച്ചാണോ പറയുന്നത് എന്താണ് പറയുന്നത് അതാണ് പ്രെഡിക്കേറ്റ്. എന്തിനെ കുറിച്ചാണ് പറയുന്നത് അതാണ് സബ്ജക്റ്റ്. അപ്പോൾ ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. ദ സൺ ഈസ് ദ സബ്ജക്റ്റ്, സെറ്റ്സ് ഇൻ ദ വെസ്റ്റ് ഈസ് ദ പ്രെഡിക്കേറ്റ്. ഇനി അടുത്ത നെക്സ്റ്റ്, എഡിസൺ ഇൻവെൻറ്റഡ് ഫോണോഗ്രാഫ്.
Here Edison is the subject. Edison is the subject. Edison is the noun. എഡിസൺ എന്താണ് ചെയ്തത്? ഇൻവെൻറ്റഡ് ഫോണോഗ്രാഫ്. എഡിസൺ ഇൻവെൻറ്റഡ് ഫോണോഗ്രാഫ്. ഇൻവെൻറ്റഡ് ഫോണോഗ്രാഫ് ഈസ് ദ predicate. ഇനി രമ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. രമ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഹിയർ രമ ഈസ് ദ സബ്ജക്റ്റ്. രമ എന്താണ് ചെയ്യുന്നത്? ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. അത് predicate. ഷീ ഈസ് ഡാൻസിങ്. ഹിയർ ഷീ ഈസ് ദ സബ്ജക്റ്റ്. ഈസ് ഡാൻസിങ് ഈസ് ദ predicate. ഇവിടെ ആദ്യം ഞാൻ പറയാം. The sun sets in the west. The sun is the subject. Sun is the name of a thing. Sets in the west. The sun എന്തിനെക്കുറിച്ചാണോ നമ്മൾ പറയുന്നത് അതാണ് സബ്ജക്റ്റ്. എന്താണോ പറയുന്നത് ടെല്ലിംഗ് പാർട്ട് അതാണ് predicate. Sets in the west. ഇനി here are 3 more examples. The river flowed swiftly. The river flowed swiftly. Here the river is the subject. The river, name of the thing. റിവറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ് പറയുന്നത്? ഫ്ലോഡ് സ്വിഫ്റ്റ്ലി. റിവർ ഫ്ലോഡ് സ്വിഫ്റ്റ്ലി. റിവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് predicate. മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി ഈസ് ദ സബ്ജക്റ്റ്. മഹാത്മാഗാന്ധി എന്താണ് ചെയ്തത്? ടോട്ട് ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്. നമ്മെ ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് പഠിപ്പിച്ചു. അപ്പോൾ അത് predicate. ചെയ്യുന്ന പ്രവൃത്തി, ഗാന്ധിജി ചെയ്ത പ്രവൃത്തിയാണ് predicate. ദ ഷാ ഓഫ് ഇറാൻ. ദ ഷാ ഓഫ് ഇറാൻ ഈസ് ദ സബ്ജക്റ്റ്. എന്താണ് ചെയ്തത്? വിസിറ്റഡ് ഇന്ത്യ റീസെൻ്റ്ലി. അത് predicate. അപ്പോൾ നെയിമിംഗ് പാർട്ട് ഈസ് കോൾഡ് സബ്ജക്റ്റ് ആൻഡ് ടെല്ലിംഗ് പാർട്ട് ഈസ് കോൾഡ് predicate. ഇതിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? നെയിമിംഗ് പാർട്ട് ഈസ് കോൾഡ് ദ സബ്ജക്റ്റ് ആൻഡ് ടെല്ലിംഗ് പാർട്ട് ഈസ് കോൾഡ് predicate. പിന്നെ ഒരു കാര്യം, സബ്ജക്റ്റ് യൂഷ്വലി കംസ് ഫസ്റ്റ്. സബ്ജക്റ്റ് യൂഷ്വലി കംസ് ഫസ്റ്റ്. ചില സന്ദർഭങ്ങൾ ഒഴികെ. ചില സന്ദർഭങ്ങളിൽ മിഡിലിൽ വരും, ലാസ്റ്റ് വരും. സാധാരണയായിട്ട് സബ്ജക്റ്റ് എപ്പോഴും ഫസ്റ്റാണ് വരിക. സബ്ജക്റ്റ് യൂഷ്വലി കംസ് ഫസ്റ്റ്. മനസ്സിലായില്ലേ? ദ നെയിമിംഗ് പാർട്ട് ഈസ് കോൾഡ് സബ്ജക്റ്റ്. ഹിയർ ദ നെയിമിംഗ് പാർട്ട് ദ സൺ. ടെല്ലിംഗ് പാർട്ട് എന്താണ്? സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. സണ്ണിനെ കുറിച്ച് എന്താണ് പറയുന്നത്? സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. ഹിയർ എഡിസൺ ഈസ് ദ നെയിമിംഗ് പാർട്ട്, സബ്ജക്റ്റ്. ഇൻവെൻറ്റഡ് ഫോണോഗ്രാഫ്. എഡിസൺ എന്താണ് ചെയ്തത്? ഇൻവെൻറ്റഡ് ഫോണോഗ്രാഫ്. ടെല്ലിംഗ് പാർട്ട് ഈസ് predicate. രമ സബ്ജക്റ്റ് ഈസ് റൈറ്റിംഗ് എ ലെറ്റർ ഈസ് predicate. ഷീ സബ്ജക്റ്റ് is dancing is the predicate. The river is the subject. River flowed swiftly, predicate. Mahatma Gandhi is the subject. Truth and non-violence, predicate. The Shah of Iran is the subject and visited India recently is the predicate. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് ആൻഡ് predicate ഇതിൽ പഠിച്ചു. സബ്ജക്റ്റ് യൂഷ്വലി കംസ് ഫസ്റ്റ് ആൻഡ് സബ്ജക്റ്റ് ഈസ് ദ നെയിമിംഗ് പാർട്ട്. predicate is the telling part. ഇനി ഇമ്പരേറ്റീവ് സെൻറ്റൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൈൻഡ്സ് ഓഫ് സെൻറ്റൻസസ് പഠിച്ചിരുന്നു. അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, ഇമ്പരേറ്റീവ് സെൻറ്റൻസ്, ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആൻഡ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അത് ഇമ്പരേറ്റീവ് സെൻറ്റൻസസ് the subject is not expressed. The subject is not expressed but understood. Here example, sit down. Sit down means you sit down. നമ്മൾ you not expressed but understood. നമ്മൾ ഒരാളോട് പറയാൻ ഇരിക്കൂ എന്ന് പറയുമ്പോൾ താങ്കൾ ഇരിക്കൂ. You sit down. You sit down. Here you is not expressed but understood. Please help me. ഒന്ന് ഹെൽപ്പ് ചെയ്യണം നമ്മൾ പറയുമ്പോൾ യു പ്ലീസ് ഹെൽപ്പ് മീ. യു ഈസ് നോട്ട് എക്സ്പ്രസ്ഡ്. അപ്പോൾ സിറ്റ് ഡൗൺ ഈസ് ദ predicate. യു സബ്ജക്റ്റ് ഈസ് നോട്ട് എക്സ്പ്രസ്ഡ്. സിറ്റ് ഡൗൺ ഈസ് ദ predicate. പ്ലീസ് ഹെൽപ്പ് മീ. പ്ലീസ് ഹെൽപ്പ് മീ ഈസ് ദ predicate. Subject is here also subject is not expressed. Thank you means I thank you. I is not expressed. അപ്പോൾ in imperative sentences subject is not expressed but understood. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? Subject and predicate. A sentence has two main parts.
the subject and the predicate. Subject must contain a noun or a pronoun. Predicate must contain a verb. The naming part is called the subject. Telling part is called the predicate. Usually, subject usually comes first. In imperative sentences, subject is not expressed but understood. മനസ്സിലായില്ലേ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്? അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.